ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ രാജശേഖരൻ നയിക്കുന്ന MSPയുടെ ഒരു പ്ലാറ്റൂണാണ്. ഈ സ്വാതന്ത്ര്യ സമര ദിനാഘോഷത്തിന്റെ പരേഡിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുക. രാജ്യമെമ്പാടും ഇന്ന് ഒരു ഉത്സവ പ്രതീതിയോടെ 67ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അവസരമാണ്. ഈ അവസരത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ എല്ലാവർക്കും നേരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവനും രക്തവും നൽകിയ ലക്ഷോപലക്ഷം ആളുകളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരവോടെ തലകുനിക്കുന്നു. ദുഃഖകരമായ ഒരു ദുരന്ത വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഈ വർഷം നമ്മൾ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ INS സിന്ധുരക്ഷക് മുങ്ങി കപ്പലിലെ സ്ഫോടനവും തീപിടുത്തവും ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. 4 മലയാളികളടക്കം 18 ധീര ഭടന്മാരാണ് അതിൽ കുടുങ്ങിയിരിക്കുന്നത്. നല്ല വാർത്തയ്ക്ക് അവസരം വളരെ വിരളമാണെങ്കിലും ആ ഒരു നല്ല വാർത്ത ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാതന്ത്ര്യം സമ്പൂർണവും സമാധാനപൂർണവും അനുഭവവേദ്യവുമാകണമെങ്കിൽ ആഹാരം, തൊഴിൽ, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായേ മതിയാകും. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലൂടെ ആഹാരം ലഭിക്കുക എന്നത് 80 കോടി ജനങ്ങളുടെ നിയമപരമായ അവകാശമായി മാറുകയാണ്. അവർക്ക് സബ്സിഡി നിരക്കിൽ പ്രതിമാസം 5 കിലോ ധാന്യവും പയറുവർഗ്ഗങ്ങളും ലഭിക്കും. ലോകത്തൊരിടത്തും ഇത്ര വിപുലമായ രീതിയിൽ ആഹാരം എത്തിക്കുന്ന കർമ്മപരിപാടി നടപ്പിലാക്കിയിട്ടില്ല. ഗ്രാമീണ മേഖലയിലെ 5-1 വീട് ഇപ്പോൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിച്ചിരിക്കുകയാണ്. 13 കോടി തൊഴിൽ കാർഡുകൾ നൽകാൻ സാധിച്ച ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. പട്ടിണി മൂലം ആത്മഹത്യയിലേക്ക് വഴുതി വീണ ഇന്ത്യൻ ഗ്രാമങ്ങളെ ജീവിതത്തിലേക്കും പച്ചപ്പിലേക്കും മടക്കിക്കൊണ്ടുവന്നത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇനി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കേണ്ടത് ആരോഗ്യ അവകാശ നിയമമാണ്. മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പു നൽകുന്ന അവകാശമായി ലഭിക്കുന്ന ദിവസം വിദൂരമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 9.5% വളർച്ചാ നിരക്കുമായി രാജ്യത്ത് അതിവേഗം മുന്നേറുന്ന സംസ്ഥാനമാണ് കേരളം. ആളോഹരി വരുമാനത്തിലും പ്രതിശീർഷ വരുമാനത്തിലും നമ്മൾ മുന്നിലെത്തി. എന്നെങ്കിലും നടക്കുമോ എന്ന് സംശയിച്ച വൻകിട പദ്ധതികളായ കൊച്ചി മെട്രോ, സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, ദേശീയ ജലപാത, തിരുവനന്തപുരം കോഴിക്കോട് മോണോ റെയിലുകൾ തുടങ്ങിയവയെല്ലാം കൃത്യമായ ഷെഡ്യൂളിൽ മുന്നോട്ട് പോകുന്നു. കൂടാതെ 100-ലധികം പദ്ധതികളാണ് വിവിധ ഘട്ടങ്ങളിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവയെല്ലാം പൂർത്തീകരിച്ചാൽ നമ്മുടെയൊക്കെ സ്വപ്നത്തിൽ മാത്രമുള്ള ഒരു നവകേരളം ഉയർന്നു വരും എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചും കൂടുതൽ ആളുകളെ അതിൽ ഉൾപ്പെടുത്തിയും കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കിയും പാവപ്പെട്ട ജനവിഭാഗത്തിന് കരുതലും സംരക്ഷണവും നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 1ാം ജനസമ്പർക്ക പരിപാടിയുടെ അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുറപ്പെടുവിച്ച 47 സർക്കാർ ഉത്തരവുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്തു. പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം എല്ലാ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടിയുടെ 2ാം ഘട്ടം ഉടനെ ആരംഭിക്കും. കടുത്ത വരൾച്ചയും തുടർന്നുണ്ടായ അതിരൂക്ഷമായ മഴക്കെടുതിയും ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. തകർന്നടിഞ്ഞ റോഡുകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നന്നാക്കേണ്ടതുണ്ട്. 5660 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തളർന്നുപോയ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും തകർന്നുപോയ ഗ്രാമങ്ങൾക്കും സഹായമെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് സമാനതകളില്ലാത്ത രീതിയിൽ മലയാളികൾ കുടിയേറിയത് കേരളത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. കേരളം നിലനിൽക്കുന്നത് മുഖ്യമായും ഈ പ്രവാസികൾ എത്തിക്കുന്ന സമ്പാദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സമ്പദ്ഘടന അവരെ മാത്രം ആശ്രയിച്ച് എത്ര നാൾ മുമ്പോട്ട് പോകും എന്ന് നമ്മൾ ചിന്തിക്കണം. വ്യാവസായികവും കാർഷികവുമായ മേഖലകളിൽ വികസനം നേടാൻ എന്തുകൊണ്ട് കേരളത്തിന് കഴിയുന്നില്ല? അതിനേക കാരണം വിവാദങ്ങൾ സൃഷ്ടിച്ചും അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കിയും നമ്മൾ സമയവും ഊർജവും പാഴാക്കി കളയുന്നു എന്നതാണ്. ഇതിന് പൂർണ്ണ വിരാമമിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വ്യവസായ കാർഷിക മേഖലകളിൽ ഉൽപാദന വർധനവിനു വേണ്ടിയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും സംസ്ഥാനം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ
വൈദ്യുതി ഉൽപാദനത്തിനും ഗതാഗത വികസനത്തിനും മൂലധന നിക്ഷേപത്തിന് അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നതിനും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞയാണ് ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നമ്മൾ എടുക്കേണ്ടത്. ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചാലക ശക്തി യുവജനങ്ങളാണ്. അവർക്ക് ഇവിടെ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിന് പകരം ഉയരുന്ന അനാവശ്യ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒന്നും നേടിത്തരില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട, പ്രത്യേകിച്ച് ഇന്ത്യയിലും ലോകത്തും അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രായോഗിക തീരുമാനങ്ങളും പരിപാടികളുമായി മുന്നോട്ട് പോകണം. അടുത്ത അരനൂറ്റാണ്ടിൽ ലോകത്ത് ജോലി സാധ്യതകളും വളർച്ചയ്ക്കുള്ള അവസരങ്ങളും പ്രധാനമായും സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയതാണ്. യുവജനങ്ങളിൽ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച വിദ്യാർത്ഥി സംരംഭകത്വ നയത്തിന്റെ രണ്ടാം ഘട്ടം സ്കൂളുകളിൽ തുടങ്ങുന്നതാണ്. വിദ്യാർത്ഥികളിൽ എന്റർപ്രണർഷിപ്പും ഇന്നൊവേഷനും പ്രോത്സാഹിപ്പിക്കാൻ 8 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് ഓൺലൈൻ പരീക്ഷ നടത്തി 10,000 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് കമ്പ്യൂട്ടറുകളും മറ്റു പഠനോപകരണങ്ങളും നൽകുന്നതാണ്. എമർജിംഗ് കേരളയുടെ വാർഷിക ദിനമായ സെപ്റ്റംബർ 12 സർക്കാർ സംരംഭകത്വ ദിനമായി ആചരിക്കും. 5 കോളേജ് വിദ്യാർത്ഥികൾ വീതമടങ്ങുന്ന 100 ടീമുകൾക്ക് സ്റ്റാർട്ടപ്പ് ടൂൾ ബോക്സ് നൽകുന്നതാണ്. സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്നതിന് ആവശ്യമായ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, മറ്റ് സാങ്കേതിക ഉപകരണങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ടൂൾ ബോക്സ്. കളമശ്ശേരി സ്റ്റാർട്ടപ്പ് വില്ലേജിൽ മാത്രം 15 മാസത്തിനുള്ളിൽ പുതിയ ആശയങ്ങളുമായി 1000 പ്രോജക്ടുകളാണ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ 125 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നത് ഈ പദ്ധതിക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഭിച്ച വൻപിച്ച സ്വീകാര്യതയുടെ പ്രതിഫലമാണ്. ഈ ഗവേണൻസ് പദ്ധതിയും സേവനാവകാശ നിയമവും നടപ്പിലാക്കിയതോടെ സംസ്ഥാനത്ത് സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിൽ അത്ഭുതപൂർവമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 14 ജില്ലകളിൽ നടപ്പിലാക്കിയ ഈ ഡിസ്ട്രിക്ട് പദ്ധതിയിലൂടെ 38.3 ലക്ഷം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിവരാവകാശം ഉൾപ്പെടെ 30ഓളം സേവനങ്ങൾ കൂടി 3 മാസത്തിനുള്ളിലും 100 സേവനങ്ങൾ കൂടി വർഷത്തിനുള്ളിലും ഓൺലൈനിൽ ലഭ്യമാക്കും. അട്ടപ്പാടിയിലെ ആദിവാസികളും കാസർകോട്ടെ എൻഡോസൾഫാൻ ബാധിതരും ഈ സർക്കാർ ഏറ്റവും കരുതൽ നൽകുന്ന ജനവിഭാഗമാണ്. ആദിവാസികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയുടെ ഭാഗമായി ആദിവാസി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സംസ്ഥാനത്തൊട്ടാകെ ആവശ്യാനുസരണം ഹോസ്റ്റലുകൾ തുറക്കുന്നതും അട്ടപ്പാടിയിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ആരംഭിക്കുന്നതുമാണ്. അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികൾക്ക് +1 ഡിഗ്രിക്കും പഠിക്കാൻ സീറ്റ് ഉറപ്പാക്കും. അട്ടപ്പാടിയുടെ വികസനത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ച ഹാർട്സിനെ പുനർജീവിപ്പിക്കും. എൻഡോസൾഫാൻ ബാധിതർക്ക് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികൾക്ക് പുറമെ ജസ്റ്റിസ് സി രാമചന്ദ്രൻ നായർ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലെ പ്രായോഗികമായ എല്ലാ ശുപാർശകളും നടപ്പിലാക്കുന്നതാണ്. UDF സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും ബൃഹത്തായ ഭൂരഹിത കേരളം പദ്ധതിക്ക് അടുത്ത മാസം തുടക്കം കുറിക്കും. 1 ലക്ഷം പാവപ്പെട്ടവർക്ക് 3 സെന്റ് വീതം സ്ഥലം നൽകുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം UPA അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി നിർവഹിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമൂഹ്യ സ്വാതന്ത്ര്യം തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് കൈവരിക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യം സർവതല സ്പർശിയായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പുനരർപ്പണ ദിനമായി ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പാടവത്തിനും സമർപ്പിത സേവനത്തിനും കർമ്മധീരതയ്ക്കുമുള്ള അംഗീകാരമായി ശ്രീ MN കൃഷ്ണമൂർത്തിക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ സമ്മാനിക്കുന്നു. ശ്രീ P. വിജയാനന്ദിന് സേവനകാലത്തിലുടനീളം പ്രകടിപ്പിച്ച മികവിനും ആത്മാർത്ഥതയ്ക്കും നേതൃപാടവത്തിനും കർമ്മധീരതയ്ക്കുമുള്ള അംഗീകാരമായി വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ സമ്മാനിക്കുന്നു. മികവിനും ആത്മാർത്ഥതയ്ക്കും നേതൃപാടവത്തിനും കർമ്മധീരതയ്ക്കുമുള്ള അംഗീകാരമായി പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ സമ്മാനിക്കുന്നു. സമർപ്പിത സേവനത്തിനുള്ള അംഗീകാരമായി പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ സമ്മാനിക്കുന്നു. മികവിനും സമർപ്പിത സേവനത്തിനുള്ള അംഗീകാരമായി ശ്രീ KR രമേശ് പിള്ളയ്ക്ക് പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ
എല്ലാവർക്കും നന്ദി.